ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത ഗാലറി. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വോയിസ് എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് നാളുകളായി. ഞാൻ കരുതി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നൊരു വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ മോൾക്ക് സ്കൂളില്ല, ഹസ്ബൻഡിന് ഓഫീസുമില്ല. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിടന്ന് പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അപ്പോൾ എല്ലാവരും എണീറ്റിട്ടുണ്ട്. ഇനി പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കണം. അപ്പോൾ വേഗം ബ്രഷ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. എനിക്ക് ഈ കിച്ചണിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ബെഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോകാനാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ ബെഡൊക്കെ ഒന്ന് വിരിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ബെഡൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ കിച്ചണിൽ വന്നാൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തലേന്ന് രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനങ്ങളിലേക്ക് എടുത്തു വെക്കും. അപ്പോൾ ആദ്യം അതൊന്ന് ചെയ്ത് തീർത്തിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്ക് കിടക്കാം. അങ്ങനെ എല്ലാ പാത്രങ്ങളും അവിടെ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മാവ് തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ഇഡ്ഡലി അവിടെ നിന്ന് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ഇഡ്ഡലിക്കുള്ള ചമ്മന്തി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ മിക്സിയുടെ ജാറിലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എരിവിനാവശ്യമായ പച്ചമുളകും ഒരു ചെറിയ പീസ് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മല്ലിയിലും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് അത് നല്ലപോലെ ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ ചമ്മന്തി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അതിന് വേണ്ടി വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയം നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി ആയിട്ട് ഞാനൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഹോട്ട് പോട്ടിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ട്രിപ്പിലുള്ള ഇഡ്ഡലി ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഞാനിവിടെ ചായക്കുള്ള പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് ചായ അവിടെ റെഡിയാക്കി എടുക്കാം.
അങ്ങനെ എൻ്റെ ചായയും ഇഡ്ഡലിയും ഒക്കെ റെഡിയായിട്ട് ഞാൻ ഡൈനിങ് ടേബിളിൽ അത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല ചൂട് ചായയും ചൂട് ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ കഴിക്കാം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാ പാത്രങ്ങളും കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് നാട്ടിൽ കോളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ചോറിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങും. ഇന്ന് ചോറിന് കാര്യമായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ചോറും സാമ്പാറും ഫിഷ് ഫ്രൈയും ആണ് അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടൊന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ഭാഗം മാത്രമേ ഇതിൽ കാണിച്ചിട്ടുള്ളൂ. ഇതൊരു തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ചിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കിയതാണ്. അങ്ങനെ സാമ്പാറിൻ്റെ കാര്യങ്ങളെല്ലാം കുക്കറിലാക്കി അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ സമയം തന്നെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവെക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരെ വന്നെടുത്ത് കഴിച്ചോളും. ഇന്ന് ഞങ്ങൾ ചോറ് കഴിഞ്ഞിട്ട് പുറത്ത് പോകാമെന്നൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്ന വീഡിയോസൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഏത് സ്ഥലത്തേക്കാണ് പോകുന്നതെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു ഡ്രൈവ് പോവുക, അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ച് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വരാമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ പോയതാണ്. അപ്പോൾ ഞങ്ങൾ റാസൽ കൈമയിലേക്കാണ് പോയത്. അപ്പോൾ റാസൽ കൈമയിലുള്ള കോർണിഷിൽ പോയി. അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരുന്ന് ഞാൻ ചായക്കുള്ള സ്നാക്സ് ഉണ്ടാക്കി ചായ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് നല്ലവണ്ണം കുടിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് കുട്ടികൾ കളിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് നോക്കി. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ മെയിനായിട്ടുള്ള വിശേഷങ്ങൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു മഗ്‌രിബ് ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്കാണ് പോയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.